വെൽക്കം സ്റ്റുഡൻസ്. നമ്മളിന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നൊരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നമ്മൾ ഇതുവരെ പഠിച്ചത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൂളംബ്സ് ലോ ഉപയോഗിച്ച്. അതിൽ നിന്നാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, ദറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. ആ കൺസെപ്റ്റിൻ്റെ മെച്ചം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറിയാമെങ്കിൽ നമുക്ക് ആ ചാർജിനെ കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തിരിക്കുന്ന ചാർജുകൾ ഏതൊക്കെയാണോ അതിനെക്കുറിച്ചൊക്കെ ധാരണ കിട്ടുമായിരുന്നു. പിന്നെ എന്തിനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന പുതിയൊരു സാധനം എന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രോസ്റ്റാറ്റിക് ഈ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉപയോഗിച്ച് നിങ്ങളൊരു ഓപ്പറേഷൻ നടത്തുമ്പോൾ അതൊരു വെക്ടർ ആയതുകൊണ്ട് വെക്ടോറിക്കൽ ഓപ്പറേഷൻസ് നടത്തണം. അഡിഷൻ നടത്തുമ്പോൾ പാരലലോഗ്രാം ഓഫ് വെക്ടർ അഡിഷൻ എടുക്കണം. മൾട്ടിപ്ലിക്കേഷൻ നടക്കുമ്പോൾ ക്രോസ് പ്രോഡക്റ്റ് ആണോ ഡോട്ട് പ്രോഡക്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ അറിയണം. അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായോ? നമ്മൾ ഡൈപോൾ പഠിച്ചപ്പോൾ ടോർക്കൊക്കെ പഠിച്ചപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു അല്ലേ? അപ്പോൾ അതെല്ലാം ഒരു ബുദ്ധിമുട്ടായിട്ട് വരും പലപ്പോഴും. അപ്പോൾ നമുക്കൊരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലാതെ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി നമുക്ക് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി മച്ച് ഈസിയർ. അപ്പോൾ അതാണ് പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരാൻ കാരണം. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് നോക്കാം. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സോ സപ്പോസ് ഇമാജിൻ ദാറ്റ് ദർ ഇസ് എ പോസിറ്റീവ് ചാർജ് Q പ്ലസ് Q ഹിയർ. ഇവിടെ നിന്ന് ഇതിവിടെ കൊണ്ടുവന്ന് വെക്കുന്ന ആ നിമിഷം തന്നെ ഇതിന് ചുറ്റിനും ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് വന്നു കഴിയും. ആ വെക്കുന്ന ആ നിമിഷം തന്നെ അതിന് ചുറ്റും ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേഗത എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ വേഗതയാണ്. ബിക്കോസ് അതാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ വെലോസിറ്റി എന്ന് പറയാൻ കാര്യം. അതുകൊണ്ടാണ്. കാരണം ആ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്ന അതേ നിമിഷം തന്നെ, അല്ലെങ്കിൽ ആ ഫീൽഡ് ആ രീതിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ ഫീൽഡ് എവിടം വരെ ഉണ്ടാവും? ഇതിൻ്റെ ചുറ്റുമുള്ള ഫീൽഡ് എവിടം വരെ ഉണ്ടാവും? അപ് ടു ഇൻഫിനിറ്റി. തിയററ്റിക്കലി സ്പീക്കിംഗ് ഇറ്റ് ഈസ് അപ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടാവും. ഇമാജിൻ ദാറ്റ് ഇറ്റ് ഈസ് ദിസ് പോയിൻ്റ് ഈസ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി വരെ ഉണ്ടാവും. ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക. ഇമാജിൻ എ പോയിൻ്റ് എ ഹിയർ. എ എന്ന് പറയുന്ന പോയിൻ്റ് നിങ്ങൾ വിചാരിക്കുക. ഈ ക്യൂവിൽ നിന്ന് ഒരല്പം മാറി എ എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ലെറ്റ് ഇറ്റ് ബി അറ്റ് എ ഡിസ്റ്റൻസ് R. ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഞാൻ വയ്ക്കുകയാണ്, 1 കുളംബ് ചാർജ്. ഇൻഫിനിറ്റിയിലിരിക്കുകയാണ് 1 കുളംബ് ചാർജ്. പല ടെക്സ്റ്റിലും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യുമ്പോൾ ടെസ്റ്റ് ചാർജ് Q0 ആണ് വയ്ക്കുന്നത്. ഞാൻ ഇവിടെ അത് എടുക്കുന്നില്ല, കാരണം അത് പിന്നെ ഡിവൈഡ് ചെയ്തൊക്കെ നമ്മൾ പൊട്ടൻഷ്യലിലേക്ക് അറൈവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പിന്നെയും കൺഫ്യൂസ് ചെയ്യുന്നതായിട്ട് തോന്നി എനിക്ക് കുട്ടികൾക്ക്. അതുകൊണ്ട് ഞാനിവിടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് തന്നെ എടുക്കണം, ടെസ്റ്റ് ചാർജ് അല്ല. അപ്പോൾ അത് ഇതിനെ ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന് വെച്ചാൽ ഡിസ്റ്റർബ് ചെയ്യും. പക്ഷേ നമ്മളിപ്പോൾ അതിനെ പറ്റിയൊന്ന് മറന്നേക്കുക. അതിൻ്റെ ഡിസ്റ്റർബൻസ്, ഇത് നമ്മളുടെ ഇൻ്റർഫറൻസ്, ഇത് വലിയൊരു ചാർജാണ്. അതിവിടെ വരുമ്പോൾ തന്നെ ഇവൻ തെറിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റ് ചാർജ് കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ ടെസ്റ്റ് ചാർജ് ഞാൻ തൽക്കാലം ഒന്ന് ഒഴിവാക്കുകയാണ്. ഇമാജിൻ ദാറ്റ് ഐ ആം ഹാവിങ് ഞാൻ ഇൻഫിനിറ്റിയിൽ പോയി നിൽക്കുകയാണ്. ആൻഡ് എൻ്റെ കയ്യിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഞാൻ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജും തോളിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് വെച്ചാൽ ഞാൻ അതും വെച്ചിട്ട് ചുമന്നുകൊണ്ട് വരികയാണെന്ന് വിചാരിക്കുക ടുവേർഡ്സ് Q, ഈ ഡയറക്ഷനിൽ. എന്ത് പറ്റും? ഞാൻ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലോട്ട് കടക്കുമ്പോൾ ഇൻഫിനിറ്റി വരെ ഉണ്ട്, ഇൻഫിനിറ്റിക്ക് തൊട്ടപ്പുറം നിന്നുകൊണ്ട് ഞാൻ ഇൻഫിനിറ്റിയിലോട്ട് കടക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റി? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അവിടെ അനുഭവപ്പെടാൻ തുടങ്ങും. ഏതിൻ്റെ? ഈ പ്ലസ് Q ചാർജിൻ്റെ. ആൻഡ് വാട്ട് വിൽ ബി ദ റിസൾട്ട് ഓഫ് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? ഇത് പ്ലസ് Q ആണ്, ഇത് 1 + 1 കുളമ്പാണ്. ദർ വിൽ ബി എ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ. അപ്പോൾ അവിടെയാണ് ചാർജ് ഇരിക്കുന്നത് Q. ഞാൻ ഇവിടെയാണ്, ഞാനിപ്പോൾ ഇൻഫിനിറ്റിയിലാണ്. ഞാൻ ഒരു കുളമ്പ് ചാർജ് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഐ ആം വാക്കിംഗ് ടുവേർഡ്സ് ദാറ്റ്. ഒരു റിപ്പൾസീവ് ഫോഴ്സ് അനുഭവപ്പെടും. അപ്പോൾ എന്ത് പറ്റും? എൻ്റെ കയ്യിൽ നിന്ന് ഇവൻ ഊർന്നു പോകാൻ നോക്കും, അങ്ങോട്ട് പോകാൻ നോക്കും. ഉടനെ ഞാൻ ബലമായിട്ട് പിടിച്ച് വലിച്ചുകൊണ്ട് വരികയാണ്. മനസ്സിലായോ? സോ ഐ ആം ഡൂയിങ് സം വർക്ക് ഹിയർ. ഞാൻ ഇതിനെ വലിച്ച് കൊണ്ടുവരികയാണ്, വർക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു ഉദാഹരണം എടുത്താൽ, സപ്പോസ് ദിസ് ഇസ് എ സ്പ്രിങ് അറ്റാച്ച് ടു എ വോൾ. അതുമല്ലൊരു റിങ് കൊണ്ടെന്ന് നോക്കിയാൽ, നിങ്ങൾ ആ സ്പ്രിങ്ങിൽ പിടിച്ച് വലിച്ചാൽ വാട്ട് വിൽ ഹാപ്പൻ? ദ സ്പ്രിങ് വിൽ ഗെറ്റ് എക്സ്റ്റെൻഡഡ് ആൻഡ് ഇറ്റ് വിൽ ഗെറ്റ് എക്സ്റ്റെൻഡഡ്. അതിങ്ങനെ വലിഞ്ഞിങ്ങ് പോരും.
അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അങ്ങനെ വലിയുമ്പോൾ സ്പ്രിങ് ഫോഴ്സ് ഇങ്ങോട്ട് തിരിച്ചു വലിക്കും. അപ്പോൾ ഞാൻ ബലം ഉപയോഗിച്ചാണ് ഞാൻ വലിക്കുന്നത്. സോ ദാറ്റ് വർക്ക്, ഞാൻ ചെയ്ത വർക്ക് എന്തായിട്ട് മാറും? ദാറ്റ് വർക്ക് വിൽ ബി സ്റ്റോർഡ് ആസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സ്പ്രിങ്. മനസ്സിലായി? ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഈ കേസിലും. ഞാൻ ഒരു ഇലക്ട്രിക് 1 കൂളോം ചാർജുമായിട്ട് ഞാനിങ്ങനെ വരികയാണ്. വരുമ്പോൾ ഇങ്ങോട്ട് റിപ്പൾസീവ് ഫോഴ്സ്, അപ്പോൾ ഞാനിങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ട് വരികയാണ്. സോ ഐ ആം ഡൂയിങ് സം വർക്ക് ആൻഡ് ദാറ്റ് വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് ദ പൊട്ടൻഷ്യൽ എനർജി ഇൻ ദിസ് 1 കൂളോം ചാർജ്. ആ ഒരു കുളുമ്പ് ചാർജിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ഞാൻ ചെയ്ത വർക്കെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ നിങ്ങൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വരെ എത്തിയെന്നിരിക്കട്ടെ. യു ഹാവ് റീച്ച്ഡ് ദ പോയിന്റ് എ. അപ്പോൾ നിങ്ങൾ ചെയ്ത നിങ്ങളുടെ കയ്യിലൊരു മെഷീനുണ്ട്, നിങ്ങൾക്കത് വർക്ക് ഡൺ അപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ വർക്ക് ഡൺ എന്തായിട്ട് മാറും? ദാറ്റ് വിൽ ഗെറ്റ് കൺവേർട്ടഡ് ടു പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദിസ് 1 കൂളോം ചാർജ്. ഒരു കുളുമ്പാണെന്ന് ഓർക്കണം, 1 കൂളോം. സോ ലെറ്റ് ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദിസ് പോയിന്റ് ഈസ് വി എ. ഡബ്ല്യു അല്ല ഞാൻ ഉപയോഗിക്കണം, അതിന് വി എന്ന് പറയുന്ന ഒരു വേർഡാണ്, ലെറ്ററാണ് ഉപയോഗിക്കുന്നത്, വി എ. This is the work done in bringing a unit positive charge from infinity to that point, and that work done is stored as the potential energy. So VA is the potential energy stored in 1 coulomb charge placed at A. എവിടെ നിന്നാണെങ്കിലും ഞാൻ കൊണ്ടുവരണം അല്ലേ? അപ്പോൾ എയിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അതിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് വി എ. ആൻഡ് ആ ഈ വി എക്ക് നമ്മൾ ഇനി മുതൽ ഇത്രയൊന്നും പറയില്ല, ഇതങ്ങോട്ട് മാറ്റും. ഐ വിൽ സിംപ്ലി സേ ദ പൊട്ടൻഷ്യൽ അറ്റ് എ. പൊട്ടൻഷ്യൽ അറ്റ് എ ഈസ് വി എ. Potential at A is VA means it is the work done in bringing a positive charge from infinity, 1 coulomb positive charge from infinity to that point. അപ്പോൾ Q കുളുമ്പ് കൊണ്ടുവരണമെങ്കിലോ Q ഇൻറ്റു വി. ഒരു കുളുമ്പ് ചാർജ് കൊണ്ടുവരാൻ ഞാൻ വി എ ജോലി ചെയ്യണമെങ്കിൽ Q കുളുമ്പ് കൊണ്ടുവരണമെങ്കിലോ സോ വർക്ക് ഡൺ വിൽ ബി W വിൽ ബി ഈക്വൽ ടു Q ഇൻറ്റു വി. അതവിടെ നിൽക്കട്ടെ. ഇനി ഇതാണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇൻഫിനിറ്റിയിൽ നിന്ന് എൻ്റെ യാത്ര 1 കുളുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ വലിയ ഫോഴ്സൊന്നുമില്ല, ഫോഴ്സ് 0 ആണ്. ഞാൻ ഇതിൻ്റെ ഫീൽഡിലേക്ക് കടക്കുന്ന ആ നിമിഷം ഇൻഫിനിറ്റി വരെ ഉണ്ട്, പക്ഷേ ഇത് തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടെന്നിരിക്കട്ടെ. ഞാൻ തുടക്കത്തിൽ എനിക്ക് ഫോഴ്സൊന്നുമില്ല, എൻ്റെ റിപ്പൾസീവ് ഫോഴ്സ് ഇല്ല, ഇതിങ്ങോട്ട് വലിക്കണ ഫോഴ്സ് ഇല്ല. പക്ഷേ ഞാൻ കയറി കഴിയുമ്പോൾ ഇതിൻ്റെ ഫീൽഡിൽ കയറി കഴിയുമ്പോൾ അത് ഇൻഫിനിറ്റിയിലാണ്. കയറി കഴിയുമ്പോൾ ഐ വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ആൻഡ് ഐ ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്. ഇനി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും ഇവിടെ? ആ ഫോഴ്സിനെയാണ് പറയുന്നത് ഇ എന്ന്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടുത്തെ ഈ ഫോഴ്സ് എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ ഞാൻ ഈ വെച്ചിട്ട് എനിക്കൊരു ഫോഴ്സും കൂടെ അനുഭവപ്പെടുകയാണ് ഇ. കുറച്ചും കൂടി ഞാൻ അടുത്തോട്ട് നീങ്ങുമ്പോൾ ഇ കൂടും. കാരണം ഇ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഈ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതിൻ്റെ ഇൻവേഴ്സ് ഓഫ് ദ സ്ക്വയർ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കുറയും തോറും ഇ കൂടിക്കൊണ്ടിരിക്കും. സോ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവരുമ്പോൾ ആദ്യം ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല, പിന്നെ ചെറുതായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം റിപ്പൾസീവ് ഫോഴ്സ് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് കൂടി തുടങ്ങുകയാണ്. സോ ഞാൻ അങ്ങോട്ട് അടുക്കും തോറും ഐ ഹാവ് ടു ഡു മോർ വർക്ക്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദാറ്റ് ഇ ഈസ് നോട്ട് യൂണിഫോം. ഇവിടെയുള്ള ഇ അല്ല ഇവിടെ വരുമ്പോൾ ഞാൻ കൂടുതൽ വർക്ക് ചെയ്യണം, ഇവിടെ ഞാൻ കുറച്ച് വർക്ക് ചെയ്താൽ മതി. ഇങ്ങനെ വർക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫോഴ്സ് കൂടുന്നതനുസരിച്ച് ഞാൻ ചെയ്യുന്ന വർക്കും കൂടിക്കൊണ്ടിരിക്കുകയാണ്, പൊട്ടൻഷ്യലും കൂടിക്കൊണ്ടിരിക്കുക. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഓൾസോ വിൽ ഇൻക്രീസ്. ഈ സമയത്ത് ഞാൻ ഈ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ഞാൻ ഇവിടെ നിന്ന് ഇവിടം വരെ ചെയ്ത വർക്ക് ഡൺ, അതാണ് വി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. വി നോ ദാറ്റ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു force into displacement.
പക്ഷേ ഇത് നമുക്ക് വെറുതെ ഈ ഡിസ്റ്റൻസ് എന്നിട്ട് ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ച് കാണാമായിരുന്നു. ഇഫ് ദ ഫോഴ്സ് ഈസ് യൂണിഫോം. ഹിയർ ദ ഫോഴ്സ് ഈസ് നോട്ട് യൂണിഫോം. ഫോഴ്സ് വേരീസ് വെൻ വി അപ്രോച്ച് ദ ചാർജ്. അപ്പോൾ ഫോഴ്സ് യൂണിഫോം അല്ല. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നമ്മൾ? അതിൻ്റെ മെത്തേഡാണ്. ആ മെത്തേഡിനാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇൻ്റഗ്രേഷൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ ഇവിടെ നിന്ന് ഇവിടം വരെയാണ് ഞാൻ യാത്ര ചെയ്തത്. ഇതിനെ ഐ വിൽ ഡിവൈഡ് ഇറ്റ് ഇൻറ്റു സ്മോൾ 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 ഡിസ്റ്റൻസസ്, സേ dr. ചെറിയ ചെറിയ ഡിസ്റ്റൻസുകളായിട്ട് ഞാൻ മാറ്റും. എന്നിട്ട് ആ രണ്ട് ചെറിയ ഡിസ്റ്റൻസുകളുടെ ഇടയിൽ സേ ലെറ്റ് ഇറ്റ് ബി dr. ഈ ഡിസ്റ്റൻസ് dr. ഇതിൻ്റെ ഇടയിൽ വരുമ്പോൾ അത്ര ചെറുതാണ് അത് വളരെ. അപ്പോൾ അവിടുത്തെ ഫോഴ്സ് ഇവിടുത്തെ ഫോഴ്സും ഇവിടുത്തെ ഫോഴ്സ് ഈയും ഒന്ന് തന്നെയാണെന്ന് ഞാൻ അസ്യൂം ചെയ്യും. അത്ര ചെറുതാക്കി എടുത്തേക്കണം. ദർ ഈസ് നോ കൺസിഡറബിൾ ചാർജ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുത്തെ ഫോഴ്സ് ഇ ആണെന്നിരിക്കട്ടെ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ദാറ്റ് ഇസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഐ ആം ബ്രിങ്ങിങ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് dr. ഇതാണ് ഞാനിപ്പോൾ ചെയ്ത വർക്ക്. അല്ലെങ്കിൽ ഇതാണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടൻഷ്യൽ എനർജി ഇ ഡോട്ട് dr. ഇത് രണ്ടും വെക്ടർ ക്വാണ്ടിറ്റിയാണ്. dr is a vector quantity, displacement is a vector quantity, force is a vector quantity. So these two are vector quantities. So this is written as dw is equal to E dot dr, and that is also the potential stored potential energy. So നമുക്കിപ്പോൾ മനസ്സിലായി dv is equal to E into dr, E dot dr. വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ വർക്ക് ഡണ്ണിൻ്റെ പ്രത്യേകത എന്താ? ദാറ്റ് ഈസ് എ സ്കാലർ ക്വാണ്ടിറ്റി. 2 വെക്ടേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ എ ആൻഡ് യു വിൽ ഗെറ്റ് എ സ്കാലർ ക്വാണ്ടിറ്റി. അപ്പോൾ ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റ് ഏതാണ്? ഡോട്ട് പ്രോഡക്റ്റ്. ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇ ഡോട്ട് dr? ഇ ഡോട്ട് dr ഈസ് ഇ dr cos theta. E dr cos theta. What is theta here? Theta is the angle between the direction of force and the direction of displacement. ഇവിടെ നമ്മൾ പോസിറ്റീവ് ചാർജാണ് വെച്ചേക്കുന്നത്. സോ വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് റിപ്പൾസീവ് ഫോഴ്സ്? ദിസ് വിൽ ബി ദ ഡയറക്ഷൻ. സോ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇവിടെ എഫ് എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ ഇതായിരിക്കും, എഫ്. നൗ what will be the direction of dr? I am moving from here to here, so direction of dr is this one. Then what will be theta? Theta will be 180 degree. Force അങ്ങോട്ടും ഞാൻ നടക്കുന്ന ഇങ്ങോട്ടും, ഫോഴ്സ് ഇങ്ങോട്ട്, എൻ്റെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് വലിക്കാൻ, ഞാൻ നടക്കുന്ന അങ്ങോട്ട്. സോ ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് or direction of the displacement is 180 degree. So theta is equal to 180 degree here. Then what will be dv? dv will be equal to E into dr into cos 180 degree. What is cos 180 degree? Cos 180 degree is minus 1. So I will get dv is equal to minus of E dr. dv, the work done in bringing a unit positive charge through a small distance, dv, a small distance dr is given by dv, and that is equal to minus of dr. From this you got an equation, very very important equation, especially in capacitors. dv is equal to minus of dr. So what will be E? E is equal to minus of dv by dr. This is a very famous equation, very important equation, minus of dv by dr. ഇനി ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയെക്കുറിച്ചാണ്. അത് വി എ ആണ് ഇവിടം വരെ ചെയ്യാനുള്ള വരാനുള്ള പൊട്ടൻഷ്യൽ എനർജി. ഇനി അത് എത്രയാണെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവരുമ്പോൾ ഞാൻ ചെയ്ത വർക്കാണ്, അല്ലെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്ത പൊട്ടൻഷ്യൽ എനർജിയാണ് വി എ. ലെറ്റ് us see what is VA. See, you got dv is equal to minus of E dr.
നോ ഇതുപോലുള്ള കുറേ ഡി വി. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ എടുക്കാനെടുത്ത ജോലിയാണ് ഡി വി. ഇത് ഇവിടുന്ന് ഇവിടം വരെ എടുക്കാനെടുത്ത ജോലി അനദർ ഡി വി. ഇവിടുന്ന് ഇവിടം വരെ എടുക്കാനെടുത്ത ജോലി അനദർ ഡി വി. അങ്ങനെ കുറേ ഡി വികളെല്ലാം കൂടി കൂട്ടിയെടുത്താൽ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ, ടോട്ടൽ വർക്ക് ഡൺ ഓർ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ഇറ്റ്. അപ്പോൾ ഇതുപോലെ ചെയ്ത ഞാൻ ഇൻഫിനിറ്റ് സ്മോൾ ചെറിയ സ്മോൾ ഏരിയ ലെങ്താണ് ഡി ആർ ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തത്. എന്നിട്ട് അതിന് ചെയ്ത വർക്കെല്ലാം കൂടി കൂട്ടിയെടുത്താൽ മതി. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഇൻ്റഗ്രേഷൻ. സോ വാട്ട് വിൽ ബി വി? വി വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഡി വി. ദാറ്റ് മീൻസ് അഡീഷൻ ഓഫ് എ വി. എവിടെ നിന്ന് ആഡ് ചെയ്യണം? യു ഹാവ് ടു സ്റ്റാർട്ട് ആഡിങ് ഫ്രം ഇൻഫിനിറ്റി ടു വിച്ച് പോയിൻറ്റ്? പോയിൻറ്റ് എ. അപ്പോൾ അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യാമെന്ന് പറയും. സോ ദറ്റ് ഈസ് ഫ്രം ഇൻഫിനിറ്റി ടു എ ഡി വി. And that will be equal to, what is dV? dV is minus of E dr. That will be equal to infinity to A. dV is minus of E dr. Minus of E dr. So this is VA. So VA is equal to, now you got VA is equal to minus of integral infinity to A E dr. Now imagine another point B here. Now imagine another point B here. Let VB be the potential here. ഇനി ഞാൻ അങ്ങനെ പറയുള്ളൂ. ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ let VA be the potential there, ഒരു VB the potential there എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓടി വരണം that is the work done or that is the potential energy stored in unit positive charge placed at that point. Okay. Or it is the work done in bringing a unit positive charge from infinity to B. അപ്പോൾ VB എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ. Then what is the potential difference between A and B? What is the potential difference between A and B? A and B is called the potential difference. That is most important. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി എ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി ബി, ഏതായിരിക്കും കൂടുതൽ? വി ബി വിൽ ബി ഹയർ. കാരണം ഞാൻ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ, അടുത്ത് വരുന്നതോടെ ഞാൻ കൂടുതൽ വർക്ക് ചെയ്യണം. സോ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് between A and B is VB minus VA. VB minus VA. That is the potential difference V. Potential difference between A and B is VB minus VA, where VB is the work done in bringing unit positive charge from infinity to this point B. And VA is the work done in bringing a unit positive charge from infinity to A. Or it is the potential energy of a unit positive charge placed at B, and this is the potential energy of the unit positive charge placed at A. Or it is the potential of B at B, and this is the potential at A. So VB minus VA is the potential difference. Potential difference. That is a very important thing. Now നമുക്കിവിടെ വി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കിട്ടി? മൈനസ് ഓഫ് ഇൻഫിനിറ്റി ടു എ ഇ ഡി ആർ. ദെൻ സിമിലർലി വാട്ട് വിൽ ബി വി ബി? വി ബി വിൽ ബി ഓൾസോ ലൈക്ക് ദിസ്. ഇതേപോലെ തന്നെ മൈനസ് ഓഫ് ഇൻഫിനിറ്റി ടു എവിടം വരെ കൊണ്ടുവരണം? ബി ഇ ഡി ആർ. ഓക്കെ, ദർ ഇസ് മൈനസ് ഈസ് ഹിയർ. Now what will be VB minus VA? VB minus VA എന്തായിരിക്കും? VB എൻ്റെ ഒപ്പം തന്നെ എഴുതി പോയിക്കോളൂ കേട്ടോ. VB minus VA will be equal to minus of E integral infinity to B E dr minus of minus or അങ്ങനെ തന്നെ എഴുതാം, minus of infinity to A E dr. Now what will be VB minus VA? VB minus VA will be equal to minus of infinity to A V E dr. 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 Minus of infinity
Now that will be equal to, ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് you will get, that will be infinity to b, infinity to a. That means it is the work done, ഇനി പറഞ്ഞ it is the work done in bringing a unit positive charge from a to b. അപ്പോൾ മനസ്സിലായോ? അതായത് വി ബി മൈനസ് വി എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വി ബി മൈനസ് വി എ ആണ്. വി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ബി. ദിസ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ. ഞാൻ ഇവിടെ നിന്ന് ഇവിടം വരെ വരാനായിട്ട് 100 ജൂൾ വർക്ക് ചെയ്തു എന്നിരിക്കട്ടെ, 100 ജൂൾ വർക്ക് ചെയ്തു. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഇവിടം വരെ വരാൻ 110 ജൂൾ വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെ വരാൻ എത്ര ജൂൾ വർക്ക് ചെയ്തു? 10 ജൂൾ വർക്ക് ചെയ്തു. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് 110 മൈനസ് 100, ദാറ്റ് ഈസ് 10. അപ്പോൾ ഇത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 10ആണ്. ആ 10 വേറൊരു രീതിയിൽ എനിക്ക് പറയാം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവരാനുള്ള ജോലിയാണ്. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു, അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയേ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ്, ഇത് രണ്ടും കൂടി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും, എ ടു ബി മൈനസ് ഓഫ് ഇ ഡി ആർ. സോ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അടുത്തൊരു ഫോർമുല നമുക്ക് കിട്ടി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to VB minus VA, that is equal to minus of A to B. മറ്റത് ഇൻഫിനിറ്റി ടു എയും ഇൻഫിനിറ്റി ടു ബി ആണ്. അത് രണ്ടും കൂടി ക്ലബ് ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒന്നിൽ കുറച്ചപ്പോൾ യു ഗോട്ട് ഇൻ്റഗ്രൽ എ ടു ബി ഇ ഡി ആർ. ദിസ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫോർമുല. ഇനി നമുക്കിതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കൂട്ടാം. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് വേണ്ടത്, വി വോണ്ട് ആൻ എക്സ്പ്രഷൻ ഫോർ എ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ് ക്യൂ. ക്യൂ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ചാർജ് കൊണ്ട് അതിൻ്റെ അടുത്തുള്ള പരിസരത്തുള്ള ഒരു പോയിൻ്റാണ് പി. അവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് ഒരു എക്സ്പ്രഷൻ കിട്ടണം. മനസ്സിലായി? അതാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ ലെറ്റ് പ്ലസ് ക്യൂ ബി എ ചാർജ് പ്ലേസ്ഡ് അറ്റ് ദിസ് പോയിന്റ് ആൻഡ് ലെറ്റ് പി ബി എ പോയിന്റ് വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദിസ് ചാർജ്. ദിസ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ആൻഡ് നൗ ദിസ് ഈസ് ഇൻഫിനിറ്റി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവന്നിട്ട് എത്ര വർക്ക് ഡൺ കണ്ടുപിടിച്ചു, അതിൻ്റെയാണ് പൊട്ടൻഷ്യൽ എന്ന് എഴുതി. അതാണ് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ വി എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ഞാൻ പതിയും കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്ത വർക്കിനെ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓരോരോ, കാരണം ഈ വേരി ചെയ്യാണ്, ഫോഴ്സ് വേരി ചെയ്യാണ്, ഇതിനെ പിടിച്ച് പുറകോട്ട് തള്ളുന്ന ഫോഴ്സ് വേരി ചെയ്യുന്നതുകൊണ്ട് ഐ ഹാവ് ടു യൂസ് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? ഞാൻ വളരെ ചെറിയ പീസുകളായിട്ട് അതിനെ മുറിക്കുക. അങ്ങനെ മുറിച്ച ഒരു പോയിൻ്റാണിത്, ചെറിയ പീസാണിത്, വളരെ ചെറിയ ഒരു പീസ്. ലെറ്റ് ദിസ് ഡിസ്റ്റൻസ് ബി എക്സ്. ഞാൻ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുകയാണ്, ലെറ്റ് ബി എക്സ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദിസ് സ്മോൾ സെഗ്മെൻറ്റ്, സ്മോൾ ഫ്രാഗ്മെൻറ്റ് ഈസ് ഡി എക്സ്. Now what is the force acting here? Force acting, let it be E. Force acting at x distance മാറിയിട്ട് let it be E. Then the work done dV will be equal to എത്രയായിരിക്കും? ഇവിടെ നിന്ന് ഈ ചെറിയ ഡിസ്റ്റൻസ് മാറ്റാനായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് ഡി വി ആണെന്നിരിക്കട്ടെ. സോ ഡി വി വിൽ ബി ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എക്സ് ഓർ ഇ ഡോട്ട് ഡി എക്സ് ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് ഇ ഡി എക്സ്. എന്താണ് ഇ ഡോട്ട് ഡി എക്സ് ഇസ് ഇ ഡി എക്സ് കോസ് തീറ്റ. ഇവിടെ ഇയുടെ ഡയറക്ഷൻ അത്
dxൻ്റെ ഡയറക്ഷൻ ഇത്. സോ ആംഗിൾ ഈസ് 180 ഡിഗ്രി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ ഇറ്റ് ഈസ് മൈനസ് ഓഫ് ഇ ഡി എക്സ്. നൗ വാട്ട് വിൽ ബി വി? വി വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ. ഈ ഡിസ്റ്റൻസ് ആറാണെന്നിരിക്കട്ടെ. ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ ആർ ഡിസ്റ്റൻസ് വരെ ഞാൻ കൊണ്ടുവരണം. ഇൻഫിനിറ്റി ടു ആർ മൈനസ് ഓഫ് ഇ ഡി എക്സ്. Now, what will be E here? So, V will be equal to integral infinity to R. What is E? Minus ഞാൻ പുറത്തെടുത്തു. What is the electric field intensity at that point which is at a distance x from Q? എന്താണ് നമുക്കറിയാവുന്ന? E is equal to 1/4πε0 Q by R square. ഇവിടെ ആറിന് പകരം ഞാൻ എന്താ എടുത്തേക്കണേ? X ആണ് എടുത്തേക്കണം. So, Q by x square. So I am writing this as, instead of E I am writing 1/4πε0 Q by x square dx. ഈ ഡി എക്സ് ആണ് എടുത്ത് എഴുതിയേക്കുന്നത്. ഇത് ഇത്രയും ഇ ആണ്. സോ ഇതിനകത്ത് ഏതൊക്കെയാണ് കോൺസ്റ്റൻസ്? ക്യൂ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഈ വെച്ചേക്കുന്ന ചാർജ് ക്യൂ ഈസ് എ കോൺസ്റ്റൻറ്റ്. ദെൻ x is a variable. 1/4πε0 is a constant. So I am taking that out. Minus of q by 4πε0 integral infinity to r x 1/x square dx. And what is the integral of 1/x square dx? ഇത് മാത്തമാറ്റീഷ്യൻസ് കാൽക്കുലസിൽ ഇത് റെഡിമെയ്ഡ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. വേരിയബിളിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സിൻ്റെ സ്ക്വയറും നമ്മളിങ്ങനെ ചെറുതായിട്ട് കൂട്ടി എടുത്താൽ എന്ത് കിട്ടും എന്നുള്ളത്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഈ വിൽ ബി ഈക്വൽ ടു, അത് നിങ്ങൾ ഇൻ്റഗ്രേഷൻ പഠിക്കുമ്പോൾ മനസ്സിലാവും. മൈനസ് ഓഫ് ക്യൂ ബൈ 4πε0 മൈനസ് ഓഫ് 1/x ഇൻഫിനിറ്റി ടു ആർ. ബിക്കോസ് കാര്യം എന്താ? Integral of 1/x square dx is equal to minus of 1/x. പിന്നെ അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്തേക്കാണ് ഇൻഫിനിറ്റി ടു ആർ. ആൻഡ് ദാറ്റ് വിൽ ബി, ഇവിടെ മൈനസ് ഉണ്ട്, ആ മൈനസും കൂടി ക്യാൻസൽ ചെയ്തു. വി വിൽ ബി ഈക്വൽ ടു ക്യൂ ബൈ 4πε0. Apply the upper limit first. X ന് പകരം 1/r minus 1/infinity. I am applying the limit, upper limit first. 1/x ന് പകരം 1/r എന്ന് എഴുതി. Lower limit is 1/x ന് പകരം 1/infinity. And that will be equal to q by, this is 0. This term will become 0. Q by 4πε0 1/r, or we can write this as V is equal to, അടുത്ത ഫോർമുല കിട്ടി, V is equal to VA or VB whatever it is, or VP whatever it is, 1/4πε0 Q by R. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്തായിരുന്നു? 1/4πε0 Q by R square. If this is, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണ്? 1/4πε0 Q by R square. Potential, it is 1/4πε0 Q by R. V ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഇതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണെങ്കിൽ E is equal to by R square. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കിട്ടി. ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല. പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഈസ് ഈക്വൽ ടു 1/4πε0 Q by R. അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് പൊട്ടൻഷ്യൽ എന്നുള്ളത് നന്നായിട്ട് തന്നെ മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും. ഒന്ന്, ഞാൻ ഈ ഫോമിലാക്കി ഇതൊക്കെ ഇങ്ങനെയാണെന്ന് വെറുതെ നിങ്ങളോട് പറഞ്ഞാൽ മതി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ സ്റ്റേറ്റിൻ്റെ പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വരും, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ പഠിപ്പിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിത് എന്താണെന്നുള്ള സബ്ജക്റ്റ് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എൻട്രൻസിനും മറ്റേ ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴും ബുദ്ധിമുട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയമെടുത്ത് ഈ പൊട്ടൻഷ്യൽ പഠിപ്പിച്ചത്.
So these three formulas are very important. Potential is equal to 1 by 4 pi epsilon 0 Q by R, and E is equal to minus of dV by dR. ഇതാണ് പൊട്ടൻഷ്യൽ. ആ പൊട്ടൻഷ്യലും ഇയും തമ്മിലുള്ള റിലേഷനാണിത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് രണ്ടും. And also potential difference is equal to minus of A to B integral A to B EDR. അപ്പോൾ ഇത്രയൊന്ന് പഠിക്കുക. ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നിങ്ങളുടെ വോൾട്ടേജ് എന്നൊക്കെ പറയുന്നത്. ബാറ്ററിയുടെ വോൾട്ടേജ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് 1.5 വോൾട്ട്. ഇപ്പം നിങ്ങളുടെ മൊബൈലിൻ്റെ അല്ല ഈ റിമോട്ടിൻ്റെയൊക്കെ ടി വിയുടെ റിമോട്ടിൻ്റെയൊക്കെ അകത്തിരിക്കുന്ന ആ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1.5 വോൾട്ടാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്. ആ ബാറ്ററിയുടെ ഒരു ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക്, ലോവർ പൊട്ടൻഷ്യലിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലേക്ക് കൊണ്ടുവരാൻ എടുക്കുന്ന വർക്ക് ഡൺ ആണ്. ഒരു കുളുമ്പ് ചാർജ് അങ്ങോട്ട് തള്ളിക്കൊടുക്കാൻ ആ ബാറ്ററി ചെയ്യുന്ന വർക്കാണ് 1.5 വോൾട്ട്. ആൻഡ് അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതും കൂടി ഒന്ന് പറഞ്ഞോട്ടെ. നൗ വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ? എന്തായിരിക്കും യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ? എന്താണ് പൊട്ടൻഷ്യൽ? വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ? ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് യൂണിറ്റ് ചാർജ്. വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റ് എന്താണ്? വർക്ക് ഡൺ അല്ലെങ്കിൽ എനർജിയുടെ, പൊട്ടൻഷ്യൽ എനർജിയുടെ യൂണിറ്റ് ഇറ്റ് ഈസ് ജൂൾ. ദെൻ per unit charge, so work done for bringing unit charge, so unit of potential will be joule per coulomb, or V is equal to W by Q എന്നാണ്. Q ചാർജ് കൊണ്ടുവരാൻ W വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് ചാർജ് കൊണ്ടുവരാൻ W by Q, so it is joule per coulomb. പക്ഷേ ഈ യൂണിറ്റ് അല്ല നമ്മൾ ഉപയോഗിക്കുന്ന, we use the unit volt. ഇതാണ് ഈ ബാറ്ററിയുടെയൊക്കെ വോൾട്ടേജ് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യം ബാക്കി അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.